അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധപടക്കോപ്പുകളുമൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അമേരിക്ക രണ്ട് രാജ്യങ്ങൾക്കിടയിൽ തീപ്പൊരി ഉണ്ടാക്കി അത് കത്തിച്ച് രസിച്ച് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഇവരുടെ വിൽപ്പനയും നടക്കും, സമാധാന ശ്രമങ്ങൾ നടത്തലുമാകും. അപ്പോൾ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന അമേരിക്ക ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനാണ് കോളടിച്ചത്. പാകിസ്ഥാന് കോളടിച്ചത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞതാണ്, F-16 വിമാനങ്ങൾ. ഈ F-16 വിമാനങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് അമേരിക്ക എത്തിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലേക്ക് അമേരിക്ക ഇത് എത്തിക്കുന്നതിന് പിന്നിലൊക്കെ കാരണങ്ങളുണ്ട്. പക്ഷെ അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞേ, എന്താണ് പറഞ്ഞത്? ഈ സാധനം ഞങ്ങൾ പണ്ടേ അടിച്ചിട്ടതാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അമേരിക്കയുടെ യുദ്ധ വിമാനങ്ങൾക്കും യുദ്ധ പടക്കോപ്പുകൾക്കും ഒക്കെയും വലിയ രീതിയിൽ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അതായത് വലിയ താല്പര്യമൊന്നും ലോകത്തിന് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതേ സമയം തന്നെ ഒരു ഇപ്പുറത്തെ വശത്ത് നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിലോ, ഇന്ത്യ നിർമ്മിച്ചതും ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് നിർമ്മിച്ചതുമായിട്ടുള്ള പടക്കോപ്പുകൾക്ക് അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങൾക്കൊക്കെയും വലിയ ഡിമാൻഡാണ്. നമുക്കറിയാം, നമ്മുടെ ആകാശ് മിസൈലും ബ്രഹ്മോസും ഒക്കെ വാങ്ങാൻ എത്ര രാജ്യങ്ങളാണ് ക്യൂ നിൽക്കുന്നത് എന്നുള്ളതാ. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള യുദ്ധ വിമാനമുണ്ട്, ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. ആ ഹെലികോപ്റ്റർ വാങ്ങാനായിട്ട് വീണ്ടും രണ്ട് രാജ്യങ്ങൾ കൂടി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. ഇന്ത്യയെ എപ്പോഴും നോക്കുമ്പോൾ നേരെ താഴെ കിടക്കുന്ന ഒരു രാജ്യമായിട്ട് മാത്രം വിലയിരുത്തുന്ന അമേരിക്കയാണ്. ആ അമേരിക്കയ്ക്ക് മുന്നിലാണ് ആയുധ വിപണിയിൽ പോലും നമ്മൾ കൃത്യമായ മുന്നേറ്റം വരുത്തിയിരിക്കുന്നത്. അമേരിക്ക നോക്കുമ്പോൾ കലിതുള്ളുന്നതിനൊക്കെ കാരണമുണ്ട്. അമേരിക്കയുടെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഉപകരണങ്ങൾക്കും ഒരു മീച്ചവുമില്ലാത്ത അവസ്ഥയിൽ, അതായത് വലിയ ഗുണനിലവാരമില്ലെന്നേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയും അവരെന്നും താഴേക്ക് നോക്കുമ്പോൾ കണ്ടിരുന്ന ഇന്ത്യയുടെ യുദ്ധോപകരണങ്ങളെല്ലാം തന്നെ ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ വേണം. അത് ആവശ്യപ്പെടാത്ത ലോകരാജ്യങ്ങൾ ഇന്ന് കുറവാണ്. അതല്ലെങ്കിൽ അവർ പറയുന്നു, ഞങ്ങളുടെ സാങ്കേതിക വിദ്യ ഞങ്ങൾ ഇന്ത്യക്ക് തരാം, നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഏറ്റവും നൂതനമായിട്ടുള്ള യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കാം, അതും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാം എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ നോക്കുമ്പോഴാണ് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച സ്റ്റെൽത്ത് അറ്റാക്ക് ഹെലികോപ്റ്റർ ആയിട്ടുള്ള പ്രജൻഡ് വാങ്ങാനായിട്ട് രണ്ട് രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണത്? നൈജീരിയയും ഫിലിപ്പീൻസുമാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇത് അത്യാവശ്യമാണ് കേട്ടോ. നമുക്ക് അതിലേക്ക് വരാം. ഇരു രാജ്യങ്ങളുമായിട്ടുള്ള പ്രതിരോധ ഇടപാട് യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യ നേടുന്ന ഒരു നിർണായക നേട്ടം കൂടിയായിട്ട് ഇത് മാറുകയും ചെയ്യും. അപ്പോൾ അമേരിക്കയിൽ നിന്ന് അടുത്തൊരു തീരുമാനം, ഇന്ത്യക്ക് നേരെ ഒരു പണി വരുന്ന തീരുമാനത്തിനുള്ള വകയൊക്കെ നമ്മളായിട്ട് ഒപ്പിച്ചിട്ടുണ്ട്. നമുക്കതൊന്നും വലിയ കാര്യമല്ലെന്ന് വിഷയമാക്കുന്നില്ല ഇന്ത്യ എന്നുള്ളതാണ്. നമ്മൾ പുതിയ വിപണികൾ തേടി പോവുകയാണ്. ലോകം നമുക്കായി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരാളിൽ മാത്രം നമ്മളെപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെന്ന്, നമ്മൾ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പലരുമായിട്ടുള്ള ഇടപാടുകൾ, വാണിജ്യ ഇടപാടുകളൊക്കെ നമുക്ക് വരും. അങ്ങനെയാണ് സ്മാർട്ടായിട്ടുള്ള ആളുകളെ ലോകം നോക്കി കാണുന്നത്. ഇനി നമുക്ക് നൈജീരിയക്ക് എന്തിനാണ് പ്രജൻഡ് വാങ്ങുന്നത്? ഈ ബോക്കോ ഹറാം എന്ന് പറയുന്ന ഭീകര സംഘടനയായിട്ടുള്ള നിരന്തര സംഘർഷം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നൈജീരിയ. അപ്പോൾ അവർക്ക് ഭീകരരെ ഒക്കെ നേരിടാനായിട്ട് ചിലവ് കുറഞ്ഞതും എന്നാൽ കാര്യക്ഷമവുമായിട്ടുള്ള ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കൊക്കെ അവരുടെയൊക്കെ ആയുധങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ, അവരൊക്കെ വലിയ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെ പ്രോഡക്ട്സിനൊക്കെയും വലിയ വിലയായിരിക്കും. അപ്പോൾ നൈജീരിയ പോലുള്ള ഒരു രാജ്യത്തിന് അതിന് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് എന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്നതും താരതമ്യേന ഏറ്റവും ഗുണനിലവാരമുള്ളതും വില കുറവുമായിട്ടുള്ള ഉപകരണങ്ങളായിരിക്കും നൈജീരിയക്ക് ഉത്തമമാവുക. അതുകൊണ്ടാണ് അവർ
ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് സൈന്യത്തിന് വ്യോമ പിന്തുണ നൽകുന്നതിന് നിലവിൽ ഈ പറയുന്ന നൈജീരിയൻ സൈന്യം ഉപയോഗിക്കുന്നത് അങ്ങ് പണ്ട് സോവിയറ്റ് കാലത്തുള്ള MI-35S എന്ന് പറയുന്ന ഹെലികോപ്റ്ററാണ്. അപ്പോൾ സോവിയറ്റ് കാലം എന്ന് പറയുമ്പോൾ കാലം എത്രയായി, പഴക്കമായിട്ടുണ്ട് ഇതിനെല്ലാം തന്നെ. അപ്പോൾ ഇത്രയും കാലപ്പഴക്കം ചെന്നിട്ടുള്ള ഈ ഹെലികോപ്റ്ററുകളൊക്കെയും മാറ്റിയിട്ട് സേനയെ നവീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നൈജീരിയ ഇന്ത്യയുടെ പ്രജൻറ്റിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. പ്രജന്റ് ഹെലികോപ്റ്ററുകളൊക്കെ വാങ്ങാനായിട്ട് നൈജീരിയക്ക് ഇന്ത്യ വായ്പയും നൽകുന്നുണ്ട്. അതാണ് ഇന്ത്യയുടെ ഒരു സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. ആവശ്യമാണ്, നമ്മൾക്ക് ഒരു ഇടനിൽ ഒരു വാങ്ങുന്ന ആളെ ആവശ്യമുണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിൽക്കണം. ആ വിൽക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്നവന് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അവനൊരു കൈത്താങ്ങാകാൻ കൂടി പണം നമ്മൾക്ക് കിട്ടണം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ പണം നമ്മൾ വാങ്ങും, പക്ഷേ അവനൊരു ഇളവ് കൊടുക്കുന്നുണ്ട്. ആ ഇളവ് കൊടുക്കുമ്പോൾ ഈ ചൈനയും അമേരിക്കയും ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു ഡമ്മി സാധനമല്ല നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള, ഏറ്റവും നൂതനമായിട്ടുള്ള, 100% വിശ്വസിക്കാവുന്ന ഉപകരണങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രജന്റ് വാങ്ങാനായിട്ട് നൈജീരിയയ്ക്ക് ഇന്ത്യ വായ്പയും അനുവദിക്കുമെന്നാണ് സൂചന വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചെറിയ പലിശയ്ക്ക് പതിയെ പണം തിരിച്ചടിച്ചാൽ മതി എന്നതാണ് നൈജീരിയയെ ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾ വാങ്ങാനായിട്ട് പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം. കരാർ നടപ്പിലായിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ഇന്ത്യയുടെ പ്രധാന ആയുധ വിൽപ്പന കൂടിയായിട്ട് ഇത് മാറും. ഇപ്പോൾ തന്നെ നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. അവിടെ പല രാജ്യങ്ങളുമായിട്ട് സംസാരങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം ബുർക്കിന ഫാസോയുമായിട്ടുള്ള സംസാരം നടന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആഫ്രിക്കൻ മേഖല നമുക്ക് വേണ്ടി തുറന്നിടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യയുമായിട്ട് ആയുധ കരാറിലെത്താനുള്ള അന്തിമഘട്ട ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ദക്ഷിണേഷ്യൻ രാജ്യമായിട്ടുള്ള ഫിലിപ്പീൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഈ ഫിലിപ്പീൻസും പ്രജൻറ്റിൽ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് ഫിലിപ്പീൻസിൻ്റെ പക്കലുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിന് പുറമെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉടമ്പടിയായിട്ടുള്ള പ്രതിരോധ ഇടപാടിന് ഫിലിപ്പീൻസ് ഒരുങ്ങുന്നതും. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിന് പകരം ഫിലിപ്പീൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രജൻറ്റിൻ്റെ അസംബ്ലി ലൈൻ സ്ഥാപിക്കണമെന്ന് കൂടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആസിയാൻ രാജ്യങ്ങളിലേക്കുള്ള പ്രജൻറ്റിൻ്റെ കയറ്റുമതി ഹബ്ബായിട്ട് മാറാനാണ് ഫിലിപ്പീൻസ് ആഗ്രഹിക്കുന്നത്. ഈ ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായിട്ട് നിരന്തരം അതിർത്തി തർക്കത്തിലുള്ള രാജ്യം കൂടിയാണ് ഫിലിപ്പീൻസ്. പലപ്പോഴും അക്രമാസക്തമായിട്ടുള്ള രീതിയിലൊക്കെ ഫിലിപ്പീൻസിനെതിരെ ചൈനീസ് നാവികസേന പ്രതികരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും നമ്മൾ അതൊക്കെ വായിച്ചറിയുകയും കേട്ടറിയുകയും ഒക്കെ ചെയ്യുന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു നമ്മുടെ ബ്രഹ്മോസിൻ്റെ മികവ് കണ്ടപ്പോൾ ഫിലിപ്പീൻസ് ബ്രഹ്മോസ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇരു രാജ്യങ്ങൾക്കും പുറമെ അർമേനിയയും വിയറ്റ്നാമും കൂടി പ്രജന്റ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. 2021 പ്രജന്റ് ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെ. ഹിമാലയം പോലുള്ള ഉയർന്ന ഭൂപ്രദേശങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ഭാഗങ്ങളിലെല്ലാം പോലും ഏറ്റവും സുഗമമായിട്ട് ഈ പ്രജന്റ് എന്ന് പറയുന്ന ഹെലികോപ്റ്ററിനൊക്കെ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. സമുദ്രനിരപ്പിൽ നിന്ന് 5000 മീറ്റർ ഉയരത്തിൽ വരെ ഉയർന്നു പറക്കാനായിട്ട് ഇതിന് സാധിക്കുകയും ചെയ്യും. റഡാർ കണ്ണുകളിൽ പെടാതിരിക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു രൂപകൽപ്പന കൂടി ഈ പറയുന്ന പ്രജന്റിനുണ്ട്. അതുകൊണ്ടാണ് അതിനെ സ്റ്റെൽത്ത് കോമ്പാറ്റ് എന്ന് പറയുന്നത്. ടാങ്ക് വേദ മിസൈലുകൾ, എയർ ടു എയർ മിസൈലുകൾ, റോക്കറ്റുകൾ, 20 mm കാനൺ ഗൺ എന്നിവയ്ക്കാണ് പ്രജന്റിലെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ എന്ന് പറയുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യകളൊക്കെയുള്ള ഈ ഹെലികോപ്റ്ററിന് ഒരെണ്ണത്തിന് $3.5 കോടി വില വരുന്നത്. അതായത് ഏകദേശം 310 കോടി രൂപയാണ് വരിക. ചൈനയുടെ Z-19, തുർക്കിയുടെ T-129
ATAK എന്നിവയാണ് പ്രചണ്ഡിന് വിപണിയിലുള്ള എതിരാളികൾ എന്ന് പറയുന്നത്. എന്നാൽ വിലയുടെ കാര്യത്തിലും കരുത്തിലുമൊക്കെ കൊണ്ടുപോകുന്ന ആയുധങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഏറ്റവും മികവുറ്റത് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പ്രചണ്ഡാണ്. അപ്പോൾ ഏറ്റവും മികവുറ്റ ആയുധങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ഒരു രാജ്യമായി കൂടി ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ നമുക്കറിയാം, ഇന്ത്യയുടെ ബ്രഹ്മോസിനൊക്കെ ഏതാണ്ട് 17-ലധികം രാജ്യങ്ങളാണ് ക്യൂ നിൽക്കുന്നത്. അപ്പം ഇത്രയും രാജ്യങ്ങൾക്ക് നമ്മൾ ഈ ബ്രഹ്മോസ് നിർമ്മിച്ച് നൽകേണ്ടതുണ്ട്, അവരുമായിട്ടുള്ള കരാറുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇതിന് പുറമെയാണ് ആകാശ് മിസൈലിൻ്റെ കാര്യം പറയുന്നത്. ഇതിന് പുറമേ നമ്മൾ S-400, അതായത് പൂർണ്ണമായിട്ടും 360 ഡിഗ്രിയിലും കവചം ചെയ്ത് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു വലിയ പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയൊരു ഡിസ്ട്രോയർ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണ്ട എന്തൊക്കെയാണ് ഭാർഗവാസ്ത്ര. നമുക്ക് പറഞ്ഞാലും എണ്ണിയാലും ഒടുങ്ങില്ല, ഇത് പറഞ്ഞോ അത് പറഞ്ഞോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് എത്തുന്ന തരത്തിൽ നമ്മുടെ ആയുധ മികവുകൾ മാത്രമല്ല, ഇപ്പോൾ MiG-21 വിരമിച്ചു. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വ്യോമസേനയെ ഏറ്റവും ശക്തിമത്താക്കി മാറ്റാൻ വേണ്ടുന്ന സംവിധാനങ്ങളിലേക്കൊക്കെ പോകുന്നു. നമ്മുടെ നാവികസേനയെ നമ്മൾ ഏറ്റവും കരുത്തുറ്റതാക്കി മാറ്റാൻ പോകുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന ഈ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഈ പറയുന്ന നാവിക ഡിഫൻസ് സിസ്റ്റങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ടും എത്രയോ വർഷങ്ങളായിട്ട് അതിൻ്റെയൊക്കെ പണിപ്പുരയിലാണ്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴാണ് ഇന്ത്യയുടെ പക്കൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്ന് എല്ലാവരും കരുതിയിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇന്ത്യയുടെ പക്കൽ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ അത്രയൊന്നും വില പോകില്ല, ഞങ്ങളുടെ കയ്യിലിരിക്കുന്നതല്ലേ ഏറ്റവും മികവുറ്റതെന്നൊക്കെയായിരുന്നു പല രാജ്യങ്ങളുടെയും ധാരണ. അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയാക്കിയത്. ഇപ്പൊ എല്ലാവരും ലോകം തിരക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പക്കൽ എന്താണുള്ളത്? ഇന്ത്യ ഇപ്പൊ ഏത് കാര്യത്തിലാണ് ഗവേഷണം നടത്തുന്നത്? അവർ ഏത് രീതിയിലുള്ള ഹെലികോപ്റ്റേഴ്സ് അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ് തയ്യാറാക്കുന്നില്ല? ആർമിക്ക് വേണ്ടി ഏത് തരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റമാണ്, നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റമാണ് എന്നുള്ളത് ഓരോ രാജ്യവും സാഗൂതം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഇതെല്ലാം മണത്തറിയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള രണ്ട് ഇടപാടുകളാണ് ഇതിലൂടെ വരുന്നത്. നൈജീരിയയും ഫിലിപ്പീൻസുമായിട്ടുള്ള പ്രചണ്ഡ് എന്ന് പറയുന്ന ലൈറ്റ് കോംബാറ്റ് സ്റ്റെൽത്ത് ഹെലികോപ്റ്ററിന്റെ കച്ചവടം എന്ന് പറയുന്നത് ആ രാജ്യത്തിന് ഉതകുന്ന നമ്മുടെ ശക്തിയെ പ്രകടമാക്കുന്ന തരത്തിലുള്ള ഇടപാടായിരിക്കും എന്തായാലും ഇത് എന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.